2025 ഗുരുവിന്റെ 99ാമത് ഗുരുജയന്തി ആഘോഷം ഗുരുമാർഗം പ്രകാശ സഭയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിലെ ഈ വിവേകാനന്ദ സെന്ററിൽ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ആ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, അതൊന്നും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. ഞാൻ അതൊന്നും അല്ല കാണിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളും ഞാനും ഇന്ന് ഒരുമിച്ച് ജനിക്കാൻ അവസരം കിട്ടിയ ആ നല്ല കാലത്തോട് നമ്മൾ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് എന്ത് ചെയ്യാമോ അത് അന്ത്യം വരെ ചെയ്യാൻ കഴിയണേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ എല്ലാവരും പങ്കെടുത്ത് അതിന്റെ മോചനദ്രവ്യം എന്താണോ അത് നിങ്ങൾ എടുക്കുകയാണ് വേണ്ടത്. അല്ല നിങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് ജയിപ്പിക്കാനോ ഉള്ള ഒരു അവസരവാദത്തിൽ നിങ്ങൾ നോക്കരുതും ശരിയാവില്ല. നിങ്ങൾ ധന്യരായ ഒരു കാലം നിങ്ങൾക്ക് വേണ്ടി ദൈവം അനുവദിച്ചു തന്നിരിക്കുകയാണ്. ആ ദർശനത്തിൽ നോക്കിയിട്ടില്ല പേര് വിളിക്കേണ്ടത്, അത് നഷ്ടപ്പെട്ടില്ലേ നമുക്ക്? അത് കൊണ്ടുവരണം തിരിച്ച്. അല്ല എന്തുകൊണ്ടാണ് ആശയം പറയാൻ നമ്മൾ ചെയ്യണത്? ആശയം ലോകത്ത് കൊടുക്കുക. ആശയം ലോകത്ത് കൊടുക്കാൻ ഗുരുവിന്റെ വാക്കുണ്ട്. ഇത് നിങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ പ്രവാചക പരമ്പരയിൽ ഞാൻ ആൾ കൊണ്ടുവരുന്നു ഗുരു പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലായി. അതും നമ്മൾ ചിന്തിച്ചു കൊള്ളാം. നമ്മുടെ കർമ്മത്തിനനുസരിച്ച് ആശയം കൊണ്ടുവരാൻ നോക്കും. നമ്മളെ അയ്യനും ചേട്ടന്മാരെ പോലും നമുക്ക് ഇവിടെ ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇന്നലെ ഇതിനകത്ത് കൊണ്ടുവരാൻ നോക്കും. നമ്മൾ 10-100 ആൾക്കാർ, 10-200-500 ആൾക്കാർ കൂടി നിന്ന് പ്രാർത്ഥിക്കുകയും ആ ഒരു കർമ്മവും കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും മക്കളെ വാടാ വന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ അത് അവർ ഇതൊക്കെ ചിന്തിക്കണ, അവരിതൊക്കെ നോക്കിയിരിക്കുകയാണ് എന്താണ് ഇവിടെ ചെയ്യണമെന്നുള്ളത്. എന്ത് കഷ്ടനഷ്ടങ്ങൾ വന്നാലും ശരി അത് സഹിച്ച് ക്ഷമിച്ച് മരിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് സത്യത്തിൽ എന്ന് ഈ ഗുരുമാർഗം പ്രകാശ സഭയിലെത്തിയുള്ളത്. അപ്പൊ ഇതിനെ കൂടുതൽ ശക്തീകരിക്കാൻ വേണ്ടി ഇതിന്റെ പ്രവർത്തനം സുഗമമാക്കിയേ പറ്റും. കൂട്ടായ പ്രാർത്ഥന ഈ എല്ലാ വിഷമഘട്ടങ്ങളെ മറികടക്കാൻ കഴിയും. അതിന് നമ്മൾ യോജിക്കണം, പ്രവർത്തിക്കണം. ഏത് വിഷയയെയും പ്രാർത്ഥന കൊണ്ട് പറഞ്ഞുവിടാൻ കഴിയും. വരി സംസാരിക്കാനായിട്ട് ശ്രീ കനകനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. എനിക്ക് സംസാരിക്കാനുള്ളത്, ഞാൻ ഗുരുവിന്റെ അടുത്ത് പോയി കഴിഞ്ഞ ശേഷം, ഇത് കേൾക്കണേ, ഞാൻ ഗുരുവിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഗുരുവെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഇതെല്ലാം നമ്മളിൽ നിന്ന് പോയി കിട്ടുമെന്ന് വെച്ചാൽ ഗുരു പറയും ഇല്ല, കിട്ടൂല. ഇത് നമ്മൾ എത്രയോ ജന്മങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഈ രീതിയിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ചാൽ ഈ സംസാരിച്ച മുഴുവൻ നമ്മളെ മനസ്സിൽ നിൽക്കില്ല. അപ്പൊ ഗുരു എന്താ പറഞ്ഞത് എന്നോട്? എടാ, നിങ്ങൾ കുറച്ചു നേരം സംസാരിച്ചാൽ മതി, അല്ല കുറച്ചു നേരം പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ കർമ്മത്തിലൂടെയാണ് ഇത് നേടിയെടുക്കേണ്ടത്. അപ്പൊ ഈ കർമ്മത്തിലൂടെ ഇതെങ്ങനെയാണ് നേടിയെടുക്കുന്നത് പറഞ്ഞാൽ, ആദ്യം നീ നന്നാക്കും, എന്നിട്ട് നിന്റെ കുടുംബത്തെ നന്നാക്കും, എന്നിട്ട് നിന്റെ പ്രദേശത്തെ നന്നാക്കും, എന്നിട്ട് ഈ ലോകത്ത് നന്നാക്കാൻ പോയാൽ മതി. ഇതാണ് ഗുരു എനിക്ക് നേരിട്ട് ചോദിച്ചിട്ട് എനിക്ക് തന്ന മറുപടിയാണ്. ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും ഗുരു എനിക്ക് മറുപടി തന്നു. OV വിജയൻ ഗുരുവിനോട് ചോദിച്ചാൽ, നീ ചോദിക്കുമ്പോൾ ഞാനുണ്ട്, ഗുരുവെ ഞാൻ ഈ ആശയത്തെ ലോകത്തെ അറിയിക്കട്ടെന്ന് വെച്ച്. അപ്പം ഗുരു പറഞ്ഞറിയോ, മാതാമൃതാന്റെ മൈൻഡ് അവിടെ വരുന്നമാരുള്ള സമ്പത്ത് ഇവിടെ വന്ന് പെടും. ഈ സമ്പത്ത് ഇവിടെ വന്നാൽ ഈ ആശയം എന്താവുമെന്ന് വെച്ച്. എല്ലാവരും തന്നെ ഈ ആശയത്തെ തെറ്റായ രീതിയിലാണ് ജന്മി പോലും നയിക്കുന്നത്. അതിനൊരു കാരണം പറയാനുള്ള കാരണം, ഞാൻ രജിസ്റ്റർ മാരേജാണ്. അപ്പം ഗുരുവിൻ്റെ അടുത്ത് പോയി, ഗുരു ഞാൻ താലി കെട്ടിയിട്ടില്ല, അപ്പോൾ എനിക്ക് താലി കെട്ടാനുള്ള ആഗ്രഹം ഉണ്ടെന്നായിരുന്നു. അപ്പം ഗുരു പറഞ്ഞു താലി വാങ്ങിച്ചു വന്നു പറഞ്ഞു. അങ്ങനെ താലി കൊണ്ട് ഗുരുവിൻ്റെ അടുത്ത് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പം ഗുരു എന്ത് ചെയ്ത്, ആ താലി വാങ്ങിച്ച് ഗുരുവിൻ്റെ ബെഡിൻ്റെ ചുവട്ടിൽ വെച്ചു. ബെഡിൻ്റെ ചുവട്ടിൽ വെച്ചു. പിന്നെ ഗുരു ഒരു അക്ഷരം മിണ്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ 9 ദിവസം അവിടെ നിന്നിട്ടും ഗുരു ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഞങ്ങൾ തിരിച്ചു പോയി. ഗുരുവിനോട് യാത്ര വെച്ച് പോയി. ഗുരു പോയിക്കൊന്നും പറഞ്ഞു. അപ്പൊ ഈ അറിവ് നമുക്ക് ഉണ്ടായില്ല. ഈ അറിവുണ്ട് ഞാൻ പോകില്ല. അന്നാ ഈ അറിവ് എനിക്ക് ഉണ്ടായില്ല. തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അവിടെ നമ്മളൊരു വിശ്വസിക്കുക ഗുരുവിനെ കാണാൻ വരുമ്പോൾ ഞാൻ പറയാം, ഗുരുവിൻ്റെ അടുത്ത് ഞാൻ താലി കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വാങ്ങിച്ചു കൊണ്ടിരുന്നായിരുന്നു. ഈ വ്യക്തി ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് ഈ താലി ചേട്ടൻ ചോദിച്ചു ഗുരു എടുത്ത ദേവന്റെ പേര് ദേവന്റെ കൈ കൊടുത്തു. തിരിച്ച് കൊണ്ടുതരുമ്പോൾ കൊടുക്കുമ്പോൾ ഗുരു പറഞ്ഞു, എടാ അത് ഇവിടെ നിന്നാ ചെയ്യേണ്ടി, അത് അവിടെ നിന്നല്ല ചെയ്യേണ്ടിയെന്നാണ്.
അപ്പോൾ ഞാൻ വീണ്ടും ടിക്കറ്റ് വഴി ബുക്ക് ചെയ്ത് അന്നേരം തന്നെ ഇപ്പൊ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഗുരുവിന്റെ കയ്യിൽ ഇത് വീണ്ടും കൊടുത്തു. ഇത് വീണ്ടും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞ് എന്ത് ചെയ്ത്, ഗുരു അത് വാങ്ങിച്ചുകൊണ്ട് ഗുരുവിന്റെ ബാൻഡേജ് വീട്ടിൽ വെച്ചു. അപ്പൊ ഞങ്ങൾ ദിവസം ഗുരുവിന്റെ വാതിലിന്റെ അവിടെ പോയി നിൽക്കും. അപ്പൊ അമൃത ചെന്നി ഞങ്ങൾക്ക് എന്ത് സപ്പോർട്ട് അന്ന് ചെയ്യും. അപ്പോൾ കിട്ട ചാൻസും വിളിക്കും. അപ്പൊ അമൃതേനെ ചെടി അവനെ വിളിക്കാൻ എനിക്കറിഞ്ഞൂടെ, നീ എന്തിനെ വിളിക്കേണ്ട ആവശ്യം, നീ വിളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞങ്ങളെ കർമ്മ ഇത് കല്യാണം നടന്നവിടെ. അപ്പൊ ഗുരുവിനോട് താലി മാത്രമേ കൊടുത്ത് ഒരു മോതിരം എനിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. എനിക്കതിനെ അറിവില്ലാത്തതുകൊണ്ട് ആ മോതിരം വാങ്ങിക്കൊടുക്കാൻ ഇപ്പൊ ഗുരു എന്ത് ചെയ്ത് ഒരു കൂവളമാല കെട്ടാൻ പറഞ്ഞു. അങ്ങനെ ഈ കൂവളമാല കെട്ടിക്കഴിഞ്ഞിട്ട് ഗുരുവിന്റെ അടുത്ത് ഈ മാല ഞങ്ങൾ മാല കെട്ടി. അപ്പൊ ഗുരു പറഞ്ഞേട്ടാ രണ്ടാളും പോയിട്ട് വലത് കാലം വിളിച്ച് പ്രാർത്ഥനത്തിൽ കേട്ട് 3 പ്രാവശ്യം പ്രദക്ഷിണ വെച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ ഗുരുവിന്റെ അടുത്ത് തിരിച്ചു ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഗുരു തിരിച്ചു ചെന്നപ്പോ ഗുരുവിന്റെ അടുത്ത് ഞങ്ങൾ താഴെയിരുന്നു, ബെറ്റിന്റെ ജോലിയിൽ താഴെയിരുന്നപ്പോൾ ഗുരു 2 കൈയും രണ്ടാൾക്ക് നീട്ടി തന്നു. അപ്പൊ ഒരു കൈ ഞാനും പിടിച്ചു, ഒരു കൈ ഭാര്യയും പിടിച്ചു. ഇത് ഗുരുവിന്റെ മുറുകെ പിടിച്ചത്. അത് ഗുരു അന്നേരം എടാ ഇവരെന്റെ കൈ മുറുകെ പിടിക്കാൻ എന്നെ വിടുന്നില്ല. അന്നേരമാണ് ഗുരു ചോദിക്കുന്നത്, എടാ എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടുന്ന് എന്തെങ്കിലും കാണാൻ പറ്റിയെന്ന് ചോദിച്ചു. ആർക്കാർക്കും ഒന്നും പറയാനില്ല. അന്നേരം കാർലോസ് പറഞ്ഞ് ഗുരുവിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രകാശം വരെ ശരീരത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് ചെയ്ത് ഇത് പറയാനുള്ള കാരണം ഞാൻ ഗുരുവിന് തട്ടം കൊടുക്കണം, അതിന്റെ ആഗ്രഹം അതായിരുന്നു. ആ തട്ടം കൊടുക്കുന്നത് ജെന്നിയോട് പോയി പറഞ്ഞപ്പോൾ ജെന്നി പറഞ്ഞ് തട്ടം കൊടുക്കേണ്ട ഇവിടെ പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. ആ തട്ടം വാങ്ങുന്ന പൈസ ഗുരുവിന്റെ കയ്യിൽ ദക്ഷിണായിട്ട് കൊണ്ടുകൊടുത്തെന്ന്. അപ്പൊ ദക്ഷിണായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ ഗുരു എൻ്റെ അടുത്ത് കൊടുത്തതാണ്. ഗുരു വെച്ച് ഇത് എന്താടാന്ന് വെച്ച് ഞാൻ അപ്പൊ ദക്ഷിണ ആർക്കാണ് ദക്ഷിണ എന്ന് വെച്ചു. എന്റെ പൈസ എടുത്ത് നീ എനിക്ക് ദക്ഷിണ തരണോ, എന്റെ പൈസ എടുത്തിട്ട്. അപ്പം അതിനർത്ഥം എന്താ ഗുരു പറഞ്ഞ്, ഞങ്ങൾ അന്ന് എല്ലാവരും ആശ്രമത്തിൽ പോയി ഞാനും ഭാര്യയും 3 കുട്ടികളും സാഷ്ടാംഗം നമസ്കരിച്ചതിന്റെ കാരണം എന്താ, എല്ലാം ഗുരുവിൽ സമർപ്പിച്ചു. അപ്പൊ എന്റെ സമ്പത്തും എന്റെ ഭാര്യ എന്റെ കുട്ടികൾ എന്റെ എല്ലാ സ്വത്തും ആരുതാണ്, ഗുരുവിൻ്റെതാണ്. അപ്പൊ ആ കാശ് എടുത്തിട്ടാണ് നീ എനിക്ക് മറ്റേ ദക്ഷിണ തരുന്നത്. പക്ഷെ വേറെ ഒന്നും ചെയ്യണം, ദേവിയിലൊന്ന് ദക്ഷിണ നീ എന്നെ അച്ഛനെ പോറ്റാനുള്ള കർമ്മ അധികാരം നിനക്കുണ്ട്, അത് നീ എനിക്ക് തരാം. അപ്പൊ ഈ ദക്ഷിണ എടുത്ത് വന്ന് അപ്പൊ ഗുരു ചോദിച്ചു എന്നോട്, ഇതാരുടെ പറഞ്ഞ ഈ ദക്ഷിണയാണ്? ഞാൻ അമൃതേനി പറഞ്ഞാണ്. അവളെ കണ്ടി വിളിക്കടാന്ന് വിളിച്ച് അവളെ കണ്ടി വിളിക്കടാന്ന് വിളിച്ച് ആരുടെ പറഞ്ഞത് എന്നോട് ചെയ്യാൻ? അവരാഗ്രഹിച്ചു വന്ന കാര്യമാണ് തട്ടം കൊടുക്കാൻ. ആ ആഗ്രഹത്തെ തെറ്റിക്കാൻ നീ ആരായെന്ന് വെച്ചു. അന്നേരാണ് ജെന്നിനെ തെരുവിളിച്ച് വിടും, എടി നിന്നൊന്നും ഇവിടെ നിർത്താൻ കൊള്ളത്തില്ല. പക്ഷെ അത് നിർത്താൻ കൊള്ളത്തില്ലെങ്കിൽ ആശംസയുള്ള കുറെ ആളുകളുണ്ട്, അവർക്കാർക്ക് ഇത് അറിയാൻ കഴിഞ്ഞില്ല. അന്ന് ഗോപി സാറുണ്ടായിന്, ബിനായ് സാറുണ്ട്, എല്ലാവരും ഇത് സംസാരിക്കുമ്പോണ്ടായിരുന്നു. അപ്പൊ ഈ നിർത്താൻ പറ്റാത്ത ഇപ്പോൾ അവിടെ നിർത്താൻ പാടുണ്ടോ? അന്ന് അവർക്ക് പോയി ഗുരുവിനോട് ചോദിക്കുക, ഗുരുവേ എന്താ ഗുരു അങ്ങനെ പറയാൻ കാരണം? പക്ഷെ ഞാനൊന്നും ഈ അറിവിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതാണ്. അപ്പൊ ആ സമയത്തിന് അവളെ പുറത്താക്കാൻ പറഞ്ഞു. ആര് പുറത്താക്കിയോ? അപ്പൊ ഇന്ന് വരെ ഗുരു പറഞ്ഞിന്, ഇത് നിങ്ങൾ തെറ്റ് ചെയ്താൽ ഇനി ഒരു ജന്മം ഞാൻ കേരളത്തിൽ നിന്ന് ജനിക്കില്ല, ഇന്ത്യയിൽ വന്ന് ജനിക്കില്ല. ഇത് നേരിട്ട് ഗുരു പറഞ്ഞത്. ഇന്ന് ഇവിടെ കേരളത്തിലും വന്ന് ജനിക്കില്ല, ഇന്ത്യയിലും വന്ന് ജനിക്കില്ല, ഞാൻ വിദേശങ്ങളിലൂടെയായിരിക്കും ജനിക്കാം. അപ്പൊ നമ്മൾ പറയും ഗുരുജയന്തിനകത്ത് എനിക്ക് ചെറിയൊരു കാരണം പറയാണ്ട്. ഈ എന്താണ് ഗുരുജയന്തി? ഗുരു എപ്പോഴാണ് ജനിച്ചത്? അത് നമുക്ക് ആർക്കും അറിയില്ല. നിങ്ങൾ എല്ലാവരും ഗുരുജയന്തിന്റെ ഈ ഡേറ്റ് വെച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇതൊന്നല്ല ഗുരുവിന്റെ ജന്മം. ഗുരുവിന്റെ ജന്മം എന്ന് പറഞ്ഞ് ഞാൻ ഗുരുവിനോട് ചോദിച്ചു. ഞാൻ ഗുരുവെ മലയാളത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, തമിഴിലാണ് പ്രാർത്ഥിക്കുന്നത്, ഹിന്ദിക്കാർ ഹിന്ദിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെ ഗുരു ദർശനം കൊടുക്കാന്ന് വെച്ച് ഞാൻ ഗുരുവിന്റെ നേരിട്ട് ഗുരുവിനോട് ചോദിച്ചാണ് അവർക്ക് എങ്ങനെയാ ഗുരു ദർശനം കൊടുക്കാൻ. അന്നേരം ഗുരു പറഞ്ഞു, 4,15 ലക്ഷം ജന്മം വന്നതിന് ഗുരു, 4,15 ലക്ഷം ജന്മം വന്നതിന് ഗുരു. അന്നേരമാണ് ഗുരു പൊക്കത്തെ പറ്റി പറഞ്ഞത്. അതായത് നമ്മൾ ഏറ്റവും കൂടിയ പൊക്കമുള്ളവര് അവന് ഒരു അറിവില്ലാത്തവനാണ്. ഈ എത്രയോ ജന്മം വന്നതിനാണ്, ഓരോ ജന്മം വരുമ്പോഴും അവന്റെ പൊക്കം കുറഞ്ഞ് വരും. ഗുരു സത്യമാർഗത്തിൽ വന്ന് മറ്റുള്ള പൊക്കം കുറഞ്ഞ ആൾക്കാരൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് തമിഴന്മാര് പറഞ്ഞത്, കളൻ നമ്പിയാലും കുളൻ നമ്പരുന്നു.
മനസ്സിലായോ? അപ്പൊ നമ്മൾ മറ്റേ സെക്രട്ടറി സാറിനാണ് ഈ ഗുരുജയന്തി ഇത് കൊണ്ടുവരാൻ പറഞ്ഞത്. ആ സമയത്തും ഗുരു ചോദിച്ചാൽ ഗുരു എപ്പോഴാണ് ജനിച്ചതെന്ന് അറിയിച്ചു. ജന്മം എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. ജന്മത്തെ പറ്റി ഗുരു പറയുന്നത് ഒരു സ്ത്രീന്റെ ഗർഭപാത്രത്തിൽ ഉത്ഭവിക്കുന്നതാണ് ജന്മം. അല്ലാതെ നിങ്ങൾ ഇപ്പം ജനിച്ച് ഇന്ന വീട്ടിൽ ഭാര്യ പ്രസവിച്ചതല്ല ജന്മം. അപ്പം ഗുരു അന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ അന്ന് പറഞ്ഞാണ് പുരുഷനാണ് പ്രസവിക്കുന്നത്, സ്ത്രീ പ്രസവിക്കുന്നില്ല. നമ്മളെല്ലാവരും പഠിച്ചു വെച്ചത് സ്ത്രീകളാണ് പ്രസവിക്കുന്നത്. ഗുരു പറഞ്ഞത് സ്ത്രീകളല്ല പ്രസവിക്കുന്നത്. കണ്ടത്തിലാണ് മറ്റേ വിത്ത് നടുന്നത്, കണ്ടത്തിനാണ് വളരുന്നത്. അപ്പൊ ഗർഭപാത്രം കണ്ടമാണ്. അപ്പൊ പ്രസവിച്ച് കഴിഞ്ഞു, അവിടെ നിന്നാണ് വളർന്നു വരുന്നത്. അപ്പൊ അത്രയോട് പറഞ്ഞു പറയാൻ ഒരുപാട് എനിക്ക് പറയാൻ കഴിയില്ല. അത് പിന്നെ ഓരോന്ന് മാറി പറയുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ സംശയങ്ങളും ഗുരുവോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥനയുടെ കാര്യം ഗുരു പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഗുരുവിന്റെ ത്യാഗത്തെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഗുരുവിന്റെ ത്യാഗത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് ഗുരു പറഞ്ഞു, ഗുരു ഇത്രയും വലിയ ഉന്നതാണെങ്കിൽ ഗുരു ഇങ്ങനെ ഒരു തോർത്തം കൊണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഗുരു കടപ്പുറം പോയി കിടന്നിട്ടുണ്ട്. ഇതൊക്കെ ഗുരുവിന്റെ ത്യാഗമാണ്. ആ കിടന്നത് എങ്ങനെയാണെന്നറിയോ? ഗുരുവിന്റെ ഒരു തോട്ടം കൊണ്ട് കൊടുത്തിട്ടാണ് ഗുരു നടക്കുന്നത്. ആ സമയത്ത് ഗുരു കെടുക്കാൻ പോയപ്പോ മഞ്ഞ മാസമാണ്. ഗുരു മണ്ണും കെട്ടി നീക്കിയിട്ട് ആ മണ്ണിന്റെ അകത്ത് കെടുങ്ങാണ്ട് മണ്ണുകൊണ്ട് മുടിക്കാഞ്ഞ് മുഖം മാത്രം പുറത്തു വെച്ച്. അങ്ങനെ ഓരോ ത്യാഗങ്ങളും ചെയ്തിട്ട് നമ്മളെ കർമ്മത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഓരോ കർമ്മങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഗുരു. അത് ത്യാഗത്തിലൂടെ നമ്മൾ പ്രവർത്തിച്ചെടുക്കണം. എനിക്ക് അതാ പറയാനുള്ളത്, ത്യാഗമാണ്. ത്യാഗത്തിലൂടെ നമുക്ക് എന്തും നേടാൻ കഴിയും, അത് നേടിയെടുക്കാം. അപ്പൊ ആ ഗുരുവിന്റെ ശക്തി, ഗുരു വിട്ടുപോയ ശക്തി, ഗുരു നേരിട്ട് പോയില്ല, ഗുരുവിനെ കൊന്നതാ. ആ ശക്തി വീണ്ടും തിരിച്ച് നമ്മളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കാം. അപ്പൊ ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്ക് ഗുരു മാത്രമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഗുരുവിനെ വേണം. അപ്പൊ ആ ഗുരുവിനെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചിട്ട് ആ അപ്പനെ നമ്മളിലേക്ക് എത്തിക്കണം. ഈ ആശയത്തെ അടിച്ചോടിക്കണം. ശരിക്കും ഈ ആശയത്തെ നന്നാക്കുന്നതാണെങ്കിൽ അവളെ കൊല്ലണം, വെടിച്ചു കൊല്ലണം. അതാ ചെയ്യണ്ടേ. അപ്പൊ ഗുരു പ്രാവശ്യം പറഞ്ഞതിന് തല്ലേണ്ടവനെ തല്ലണം, തല്ലേണ്ടവനെ തല്ലണം, കൊല്ലേണ്ടവനെ കൊല്ലണം. എന്നാലേ ഈ ആശയത്തെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കി നിങ്ങൾ സംസാരിക്കുക. എന്നിട്ട് അതിൽ കൂടി നിങ്ങൾ പ്രാർത്ഥിച്ച് ആ ഗുരുവിന്റെ ശക്തി വീണ്ടും നമ്മളിലേക്ക് ശാന്തിയുടെ ആശ്രമത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ആ ഗുരുവിന്റെ ആ ശക്തി നമ്മളിലേക്ക് എത്തണേ. അപ്പൊ ഗുരുവെ ദൈവമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൃതജ്ഞത പറയുന്നതിന് നമ്മുടെ സ്വാമിദാസിനെ വിളിച്ച് കൃതജ്ഞത കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ആഹാരത്തിന്റെ സമയമൊക്കെ കഴിയുന്നുണ്ട്. നമുക്ക് കൂടുതൽ നേരം പറ്റില്ല, നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. കൃതജ്ഞത പറയാൻ സ്വാമിദാസൻ. നമ്മുടെ സർവസ്വമായ ഗുരുവിന്റെ 99ാമത് ഗുരുജയന്തി ആഘോഷത്തിന് വന്ന് പങ്കെടുത്ത എല്ലാ ആത്മബന്ധുക്കൾക്കും എൻ്റെ പേരിലും ഗുരുമാർഗം പ്രകാശ സഭയുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. സദ്ഗുരുവേശ്വരൻ. നമ്മുടെ ഈ മീറ്റിംഗ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഓം കരുണാ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാ സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാ സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാ സത്യപ്രദായ നമഃ. മൂർത്തയേ ബ്രഹ്മണേ നമഃ. ഗുരുലീലാ വിശേഷത